പക്ഷേ കുട്ടികളോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളാണ് ഈ നാടിൻ്റെ ഭാവി, നിങ്ങളാണ് ഈ കേരളത്തിൻ്റെ ഭാവി, നിങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ ഭാവി. നിങ്ങൾ അതിനനുസരിച്ച് പഠിക്കണം, നിങ്ങൾ അതിനനുസരിച്ച് കളിക്കണം. നിങ്ങൾക്ക് ഒന്നിനെ കുറിച്ച് ഭയമുണ്ടാകാൻ പാടില്ല. ഏതൊരു സാഹചര്യത്തെ മറികടക്കുവാനുള്ള ശക്തി, മനക്കരുത്ത്, നിങ്ങളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്നതൊക്കെ അതിനുവേണ്ടിയാണ്. ഏതൊരു സാഹചര്യത്തെയും അതിജീവിക്കുവാനുള്ള കരുത്ത് കിട്ടുവാൻ വേണ്ടി. നമുക്ക് മാർക്കിലൊന്നുമല്ല കാര്യം. മാർക്കിൽ നമുക്ക് കുറവ് വന്നാലും ഒരു കുഴപ്പമില്ല, ഞാനങ്ങനെ കരുതുന്നു. പക്ഷെ മാർക്ക് കുറവ് വരുമ്പോൾ അതിനെ നേരിടാൻ സാധിക്കുന്നുണ്ടോ? മാർക്ക് ഇപ്പൊ തോറ്റെന്ന് വെച്ചോ, ഒരു എക്സാമിന് തോറ്റെന്ന് വെച്ചോ, ലോകം അവസാനിച്ചോ? ഇല്ലേ? ലോകം അവസാനിച്ച പട്ടാളത്തിൽ ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ഇന്ന് വലിയ വ്യത്യാസമൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല. പക്ഷെ അതിനെ ഒരു എക്സാമിൽ മോശം മാർക്ക് കിട്ടിയാൽ പോലും അതിനെ മറികടക്കുവാനുള്ള ശക്തി കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ പഠിക്കുന്നത്. ഞാൻ നിങ്ങളോട് കളിക്കാൻ പറയുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. കാരണം പരാജയങ്ങൾ നേരിടുവാൻ നമുക്ക് കഴിയണം. എന്റെ തലമുറ തൊട്ട് പരാജയം നേരിടുവാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് പരാജയം നേരിടുവാൻ, നോ കേൾക്കുവാൻ നിങ്ങളോട് പറയുന്നതോടെ എന്നോടും ഞാൻ പറയും. എല്ലാം നമ്മൾ നേരിടുവാൻ തയ്യാറാവണം. പക്ഷേ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഉണ്ടാകണം. ഏതൊരു സാഹചര്യത്തെ മറികടക്കുവാൻ, അതേപോലെ നല്ല ആളുകളായി മാറുവാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട്. അനന്യ ക്രോസ് റോഡ് സ്കൂളിലെ ഒരു കുട്ടി വരച്ചതാണ്. ഇത്രയും മികച്ച കലാകാരിയാണെങ്കിൽ പിന്നെ അനന്യ ജുവൽ ക്രോസ് റോഡ് സ്കൂളിലെ കുട്ടിയാണ്. അത് ബഹുമാനപ്പെട്ട MLA യുടെ പടം വരച്ചുകൊണ്ട് വന്നത്. അത് പെട്ടെന്ന് പോട്ടെ. ആസ്വാദനക്കുറിപ്പ് വേണോ? കഥാപ്രസംഗം റയാൻ പി ടിജു. ചലച്ചിത്രഗാനം അർപ്പിത അശോക് കുമാർ. ഫസ്റ്റ് വിളിക്കുന്നത്. പ്രസംഗം സൈറ സാലിം. കാവ്യാലാപനം ഫസ്റ്റ് സഞ്ജയ്.